Hi everyone, welcome back to myclass.com. Today our program is program for creating thread using runnable interface. Thread creation using runnable interface. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ്. ആ ക്ലാസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ക്ലാസ്സിലോട്ടാണ് നമ്മൾ റണ്ണബിൾ ഇൻ്റർഫേസ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അതിലേക്ക് കോഡ് എഴുതാൻ പോവാണ്. നമ്മൾ ത്രെഡാണ്, അപ്പോൾ റൺ മെത്തേഡ് വേണം. പബ്ലിക് വോയിഡ് റൺ. റണ്ണബിൾ ഇൻ്റർഫേസിലും ഈ റൺ മെത്തേഡ് ഉണ്ട് കേട്ടോ. റൺ നേരത്തെ ചെയ്ത പോലെ തന്നെ ജസ്റ്റ് ഒരു പ്രിൻറ്റിങ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം നമ്മൾ എങ്ങനെയാണ് റണ്ണബിൾ ഇൻ്റർഫേസ് വെച്ചിട്ട് നമ്മൾ കോഡ് എഴുതുക എന്നാണ് നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. I = 0, I less than 5, I ++. system.out.println child thread or our next thread എന്ന് എന്തെങ്കിലും ഒന്ന് പ്രിൻ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഒരു ത്രെഡിന് എക്സിക്യൂഷൻ വരിക. ഇനി നമ്മൾ നമ്മുടെ മെയിൻ ക്ലാസ് എഴുതാൻ പോവാണ്. ബി ക്ലാസ് എന്ന പേരിൽ ഞാൻ ഓൾറെഡി നമ്മുടെ ഫയൽ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പേര് തന്നെ കൊടുക്കണമല്ലോ, ബി ക്ലാസ്. ഇനിയാണ് നമ്മൾ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് args മെയിൻ എഴുതാൻ പോവാണ്. മെയിനിൽ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ ക്ലാസ് എ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. എ ആർ റണ്ണബിൾ ഇൻ്റർഫേസ് ആയിക്കോട്ടെ. ആർ ന്യൂ എ. എന്നിട്ട് നോർമലി നമ്മൾ ത്രെഡ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളിങ്ങനത് ചെയ്തിട്ട് r.start കൊടുത്താൽ മതി. പക്ഷേ റണ്ണബിൾ ഇൻ്റർഫേസ് ആണ് യൂസ് ചെയ്യുന്നെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവിടെ നമ്മളൊരു ത്രെഡ് ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലോട്ട് നമ്മുടെ ഈ ഒരു ക്ലാസിൻ്റെ ഒബ്ജക്റ്റിനെ പാസ് ചെയ്യണം. അതാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻറ്റ്. ഓക്കെ, അത് പാസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ t.start കൊടുക്കുക. അപ്പം നമ്മൾ ആ ത്രെഡിൻ്റെ എക്സിക്യൂഷനും സ്റ്റാർട്ട് ചെയ്യും. ഇനി മെയിൻ ത്രെഡിൽ എന്തെങ്കിലും ഒരു എക്സിക്യൂഷനും കൂടെ കാണണമെങ്കിൽ നമുക്ക് ഇതേപോലൊരു കോഡ് ഇവിടെ ജസ്റ്റ് കോപ്പി പേസ്റ്റ് എടുക്കാം. മെയിൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ മെയിൻ ത്രെഡ് വർക്കിൻ്റെ ഒരു ഔട്ട്പുട്ട് വരുന്നുണ്ട്, ചൈൽഡ് ത്രെഡ് എന്ന് പറഞ്ഞ ഒരു ഔട്ട്പുട്ടും വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് സേവ് ചെയ്യാം. സേവ് ചെയ്തിട്ട് ഇനി എന്താണ് നമ്മളിനി സേവ് ചെയ്തിട്ട് ഇത് റൺ ചെയ്യാൻ പോവാണ്. Java C B class.java expanded static void main. What is the problem? Void main public static. Okay. Control-S. നമ്മൾ കമ്പൈൽ ചെയ്യാൻ പോവാണ്, റൺ ചെയ്യാണ്. ബി ക്ലാസ് സി മെയിൻ ത്രെഡ് വർക്ക് ചെയ്തതിന് ശേഷമാണ് ചൈൽഡ് ത്രെഡ് വർക്ക് ചെയ്തത്. ഇനി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ത്രെഡുകൾ ഈ സ്ലീപ്പ് മെത്തേഡൊക്കെ യൂസ് ചെയ്തിട്ട് സിങ്ക്രൊണൈസ് ചെയ്യാം. ആദ്യം അത് ചെയ്തിട്ട് കുറച്ച് ഇത് ചെയ്യുക, പിന്നെ ഇത്, അങ്ങനെ നമുക്ക് സിങ്ക്രൊണൈസേഷനൊക്കെ നടക്കും. അത് നമുക്ക് നെക്സ്റ്റ് പ്രോഗ്രാമിൽ നോക്കാം.